കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഈ കൊരിന്തി ലേഖനത്തിൽ നിന്ന് സംസാരിച്ചു തുടങ്ങിയതിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും സംസാരിക്കേണ്ടാത്ത ഒരു ആവശ്യത്തിലെ ഒരു രീതിയിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം തക്ക സമയത്ത് എല്ലാം അതാത് ദിവസത്തെ ദൂതായിട്ടാണ് ഈ കൊരിന്തി സഭയിലെ ലേഖനങ്ങളിലെ പഠനം വരുന്നത്. കാരണം അതൊരു സഭയുടെ പോരാട്ടമാണ്, ഒരു സഭയോട് എഴുതിയതാണ്. അപ്പം ഒത്തിരി പ്രാക്ടിക്കൽ ഇഷ്യൂസും സുവിശേഷത്തിൻ്റെ ആ കണ്ടന്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനൊക്കെ ഇതെല്ലാം നമുക്ക് എല്ലാ സമയത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇന്ന് രാവിലെ ഈ മോർണിംഗിലും അത് ഏറ്റവും റെലവൻ്റ് ആയിട്ട് നമ്മുടെ ഇപ്പം ഒരു അക്കാഡമിക് എക്സസൈസ് എന്നുള്ള രീതിയിലല്ല, അത് നമ്മുടെ ജീവിതത്തെ എപ്പോഴും തൊട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ കൊരിന്തി ലേഖനത്തിലുണ്ട്. പൗലോസിൻ്റെ ഒരു വലിയ വേദനയാണ് കൊരിന്ത് സഭയോടുള്ള ദൂതിലൂടെ വരുന്നത്. ഒരു സഭ സ്ഥാപിക്കാൻ വേണ്ടി പൗലോസ് കഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ടു എസ്റ്റാബ്ലിഷ് ദ റൈറ്റ് ഡോക്ട്രിൻ ഇൻ എ ചർച്ച്, അത് വലിയൊരു അഭ്യസനമാണ്, കഷ്ടപ്പാടാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഡോക്ട്രിൻ എന്ന് പറയുന്നത് ജ്ഞാനികൾക്ക് മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആത്മാവിൽ മാത്രം വെളിപ്പെട്ടു വരുന്ന ഒരു കാര്യം. അതൊരു സഭയിൽ സ്ഥാപിക്കപ്പെടുക, അതിന് ഫൗണ്ടേഷൻ ഇടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പൗലോസ് പറയുന്ന പല കാര്യങ്ങളും മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. കാരണം ദെയർ ബ്രെയിൻ വാസ് ടു മച്ച് കോംപ്ലിക്കേറ്റഡ്. ശരിക്കും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ ബ്രെയിനകത്ത് പല പല നല്ല ആശയങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നല്ല ആശയങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ട് അതെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ ഒരു ട്രൂത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ ഒരാളുടെ ബ്രെയിൻ വളരെ പാടുപെടും. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഒരു ജ്ഞാനവുമായി ബന്ധമില്ലാത്ത, ലോകവുമായും ലോകത്തിൻ്റെ പഠിപ്പിക്കലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സിമ്പിൾ സുവിശേഷം ഗ്രഹിച്ചെടുത്ത് ബാക്കിയെല്ലാം ഇറലവൻറ്റ് എന്ന് പറയണമെങ്കിൽ അത് വലിയൊരു ഓപ്പറേഷൻ ആളുടെ ഉള്ളിൽ നടന്നാൽ മാത്രമേ പറ്റൂ. ഇപ്പം പലപ്പോഴും നമ്മൾ ഇവരിപ്പം മനസ്സിലാക്കും, നാളെ മനസ്സിലാക്കും എന്ന് ചിന്തിച്ചാലും എത്ര വർഷം കഴിഞ്ഞാൽ അത് മനസ്സിലാകണം നിർബന്ധമില്ല. ഞാൻ കണ്ടിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട തടസ്സങ്ങൾ ദൈവത്തിൻ്റെ വചനം, പഥ്യോപദേശം മനസ്സിലാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തടസ്സങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ജ്ഞാനമാണ്, ലോകത്തിൻ്റെ ജ്ഞാനം, ഫിലോസഫിക്കൽ നോളജ്. എല്ലാത്തിനെക്കുറിച്ച് ഒരു ഫിലോസഫി ഉണ്ട് ചില ആൾക്കാർക്ക്. ഒരു സംസാരിക്കുമ്പോഴേ കേൾക്കാം നമുക്ക് ഫിലോസഫി കലർത്തിയാണ് പറയുന്നത്. അവർക്ക് ആ ഒരു തത്വചിന്താധിഷ്ഠിതമായിട്ട് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഈ ക്രിസ്തുവിൻ്റെ ചിന്തയിലേക്ക് വരിക എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് സാധ്യമല്ല. രണ്ടാമത്തത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്വയനീതിയാണ്. ഈ സ്വയനീതി എന്ന് പറയുന്നത്, നമ്മൾ നീതിമാൻ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിചാരിച്ചോ, നിങ്ങൾക്ക് ബൈബിൾ, പുതിയ നിയമം ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അത് ഉറപ്പാണ്. കാരണം ദ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ടു ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ഈസ് അവർ ഓൺ സെൽഫ് റൈച്ചസ്നെസ്, സെൻസ് ഓഫ് റൈച്ചസ്നെസ് ദാറ്റ് വി ഡെവലപ്പ്. അപ്പോൾ ഇത് രണ്ടും ഭയങ്കര സ്ട്രോങ് ആയിട്ട് കർത്താവിൻ്റെ സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന കാര്യമാണ്. നമ്മൾ കർത്താവിൻ്റെ കാലം മുതൽ ഇത് കാണുന്നതാണ്. കർത്താവിനെതിരെ നിന്നവരെ ഒരിക്കലും പാപികളായിരുന്നില്ല, ഒരിക്കലും ചീത്ത മനുഷ്യരും ആയിരുന്നില്ല, വ്യഭിചാരികളോ ചുങ്കക്കാരോ ആയിരുന്നില്ല. കർത്താവിനെതിരെ നിന്നവരെല്ലാം നല്ല മനുഷ്യരായിരുന്നു, നോളജബിൾ പീപ്പിൾ ആൻഡ് റൈച്ചസ് പീപ്പിൾ. നമ്മൾ പൗലോസിൻ്റെ ലൈഫ് എടുത്തു കഴിഞ്ഞാലും ഹി വാസ് വെരി നോളജബിൾ ആൻഡ് ഹി വാസ് എ പെർസിക്യൂട്ടർ. ആ നോളജ് ക്രിസ്തുവിനെതിരെയാണ് ഒരാളുടെ ബ്രെയിനിൽ ബിൽഡാകുന്നത്, ലോകത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. പൗലോസ് ഈ ലോകത്തിൻ്റെ ജ്ഞാനം എല്ലാം അക്യൂമുലേറ്റ് ചെയ്തിട്ട് അവസാനം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് ആ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ലോകത്തിൻ്റെ ജ്ഞാനികളെ ദൈവം ഭോഷന്മാരാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു റെവലേഷൻ. ഇത് 2000 ആണ്ടുകൾക്ക് മുമ്പ് പൗലോസ് എഴുതുന്നത്. ഞാൻ ഇന്ന് വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കണ്ടംപററി ആയിട്ട് തോന്നുന്ന പുസ്തകം ഈ പൗലോസിൻ്റെ ലേഖനങ്ങളാണ്, കർത്താവിൻ്റെ ഉപദേശങ്ങൾ. കാരണം ഒരു മനുഷ്യൻ്റെ ബിഹേവിയറൽ സയൻസ്, എന്തുകൊണ്ടൊരു മനുഷ്യന് പർട്ടിക്കുലർ രീതിയിൽ പെരുമാറുന്നു, ഇത് 21ാം നൂറ്റാണ്ടിലുള്ള റിസർച്ച് തന്നെയാണ് ഈ ബൈബിളിലൂടെ വരുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് എ കണ്ടംപററി. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ തലച്ചോറ്, നമ്മുടെ എന്താ പറയുന്നത് അവയവങ്ങൾ, അതിൽ വ്യാപരിക്കുന്ന വിവിധങ്ങളായ സാഹചര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവം പൗലോസിന് കൊടുത്ത ജ്ഞാനം, നീതിയെക്കുറിച്ചുള്ള ഏറ്റവും ഭയങ്കര റെവലേഷൻ. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് നീതിയെക്കുറിച്ചുള്ള റെവലേഷനാണ്. അതായത് അത്ഭുതകരമായൊരു നീതിയുടെ വെളിപ്പാടും ആ നീതിയിലേക്ക് എത്താൻ വേണ്ടി കൽപ്പനകളാൽ നടക്കുകയില്ലാത്ത, കൽപ്പനകളുടെ അനുസരണത്താൽ, മോറൽ ഒബീഡിയൻസിനാൽ നടക്കുകയില്ലാത്ത ഒരു സെറ്റ് ഓഫ് റൈച്ചസ്നെസ്.
മോറൽ ഒബീഡിയൻസിനാൽ നടക്കുകയില്ലാത്ത സെറ്റ് ഓഫ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവികം, ദൈവത്തിൻ്റെതാണ്. അത് മനുഷ്യൻ്റെ കൽപ്പനകളാലോ മനുഷ്യൻ്റെ പ്രയത്നത്താലോ നടക്കാത്തൊരു നീതി ദൈവം അവതരിപ്പിച്ചിട്ട് അതിന് വിശ്വാസത്തിൻ്റെ ഒരു വഴി തുറന്നിട്ട് വിശ്വാസത്തിന് ഉണ്ടാക്കുന്ന ഭയത്തിൻ്റെ നിർബന്ധത്താലല്ല, സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ, പരിവർത്തനത്തിൻ്റെ നിർബന്ധത്താൽ, നമുക്കുള്ളിലുണ്ടാകുന്ന പരിജ്ഞാനത്തിൻ്റെ നിർബന്ധത്താൽ നമ്മൾ അനുസരിക്കുന്നവരായി മാറുന്നത്. അതാണ് ഈ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം, ലോകത്തിലെല്ലാ മറ്റാൾക്കാരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം ഉപദേശങ്ങളിലൂടെയും നിയമങ്ങളിലൂടെയും ശിക്ഷകളിലൂടെയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, സൗദി അറേബ്യയിലൊക്കെ ഉള്ളതുപോലെ തല വെട്ടിക്കളയുന്ന നിയമം ഇന്ത്യയിലുണ്ടെങ്കിൽ ഇന്ത്യയൊക്കെ പണ്ട് നന്നായിന്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നന്നാവുമെന്ന്? ഒരിക്കലും നന്നാകത്തില്ല. മനുഷ്യനെ അങ്ങനെ നന്നാക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ അവൻ്റെ അന്തരംഗം മാറണം. അത് ദൈവത്തിന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ആ ഒരു നീതിയെക്കുറിച്ചാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ വായിക്കുന്നത്. ഇതിനകത്ത് പിന്നെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൗലോസിൻ്റെ തിയറിയിൽ എനിക്ക് ആകെ ഈ സ്ത്രീകൾ പ്രസംഗിക്കരുതെന്ന് പറയുമ്പോഴാണ് നമ്മൾ 21-2 ആരെങ്കിലും ഇങ്ങനെ പറയുമെന്ന് ചോദിക്കുന്നത്. അത് വിട്ടു കഴിഞ്ഞാൽ ഈ കുട്ടികളെ വളർത്തുന്ന കാര്യം വേറെ ഏത് ഗ്രന്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്? ഈ കുട്ടികളെ തല്ലരുതെന്നും അല്ല കോപിപ്പിക്കരുതെന്ന് മാതാപിതാക്കളോട് പറഞ്ഞിട്ടുള്ള ഒരു പുരാതന ഗ്രന്ഥമുണ്ട്. അവിടെ പറയുകയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കോപിപ്പിക്കരുത്, പ്രകോപിതരാക്കരുത്, അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവർ ജീവിതത്തെ നേരിടാൻ ഭയപ്പെട്ടു പോകും എന്ന് പറയണമെങ്കിൽ അത് അങ്ങേയറ്റത്തെ സൈക്കോളജിക്കൽ സ്റ്റഡിയാണത്. ഒരു മനുഷ്യൻ ചെറുപ്പത്തിലെ ഭയത്തിനകത്ത് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ആ ജീവിതകാലം എത്ര കഴിഞ്ഞാലും സെൽഫ് റിലയൻ്റ് ആകാൻ പറ്റാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ അവന് ജീവിതത്തെ നേരിടാൻ ഭയം തോന്നും. അപ്പോൾ സ്വയമായൊരു തീരുമാനം എടുക്കാൻ പേടി തോന്നും. കാരണം ഹി വാസ് നോട്ട് അലൗഡ് ടു ടേക്ക് എനി ഓൺ ഡിസിഷൻ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും കണ്ടംപററിയാണ്. ആ നോളജ് വരുന്നത് വളരെ ലളിതമായൊരു വിശ്വാസത്താലാണെന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ ആൾക്കാർക്ക് ഇതെല്ലാം ഭോഷത്വമായിരുന്നു. അന്നത്തെ ആൾക്കാർക്ക് ഈ പൗലോസ് പറയുന്നത് മുഴുവൻ ഭോഷത്വമായിരുന്നു. പക്ഷെ എത്ര നാളുകൾക്ക് ശേഷമാണ് ഇന്നും ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. ദറ്റ് സിമ്പിൾ പ്ലെയിൻ ഒബീഡിയൻസ് ഓഫ് ദ ഗോസ്പൽ. ഇന്നും ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല, ഇതെങ്ങനെയാണ് ഒരു മനുഷ്യനെ മാറ്റുന്നത് എന്നുള്ള കാര്യം. നമ്മൾ ചിന്തിക്കുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കണം, പിന്നെ നമ്മളങ്ങ് മാറണമെന്ന്. എന്നാൽ സുവിശേഷത്തിന് നമ്മളെ മാറ്റാൻ കഴിയുമെന്നുള്ള ആ ഒരു റെവലേഷനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് കീഴടങ്ങുന്നത്. അതുവരെ നമ്മൾ ദൈവത്തിന് കീഴടങ്ങുന്നില്ല. ദൈവത്തിന് മുമ്പിൽ പെർഫോം ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, സത്യസന്ധമായ ഉപദേശം പഠിക്കുന്നു, എന്നിട്ട് നമ്മൾ അനുസരിച്ച് കാണിക്കുന്നു. ഇങ്ങനെയാണ് ലോകത്തിൽ മുഴുവൻ വി ആർ പെർഫോമിങ് ബിഫോർ ഗോഡ് ടു വിൻ ആൻ അപ്രൂവൽ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷമാണ് നമ്മളെ മാറ്റുന്നത്, കർത്താവാണ് നമ്മളെ മാറ്റുന്നത്. ആ മാറ്റം കൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. ഈ ഒരു പത്യോപദേശം എന്ന് പറയുന്നത്, ഇതന്നെയാണ് പത്യോപദേശം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വി ബിക്കം ഒബീഡിയൻറ്റ് ബിക്കോസ് വി ആർ ചേഞ്ച്ഡ്, വി ആർ റീജനറേറ്റഡ്, വി ഹാവ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് വി ആർ അഫ്രൈഡ് ഓഫ് ഹെൽ. ആദ്യം തന്നെ കർത്താവ് ഹെല്ലിൻ്റെ ഭയം എടുത്ത് കളഞ്ഞിട്ടാണ് ഈ ഉപദേശങ്ങളെല്ലാം തരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണഗതിയിലെല്ലാം ഹെല്ല് പറഞ്ഞ് പേടിപ്പിച്ചാണ് ആൾക്കാരെ അനുസരിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ആദ്യം പറയാണ്, നിങ്ങൾ ജീവനിലേക്ക് കടന്നിരിക്കുന്നു, ഇത്ര ഭയങ്കര സ്നേഹം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ ഈ സ്നേഹത്തിൽ വേരൂന്നൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പം നിങ്ങൾ ശരിക്കും ഭയത്തിൽ അധിഷ്ഠിതമല്ലാതെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു നീതിയിലേക്ക് പോകും. അപ്പോൾ ഇത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് കോഴ്സാണിത്. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്ന, അയ്യോ ഇത്രയും പാവികളും ദുഷ്ടന്മാരായ ആൾക്കാരുടെ നിയമങ്ങൾ അനുശാസിച്ച് പേടിപ്പിക്കാതെ എങ്ങനെയാണ്? പല ആൾക്കാരും പറയുന്നത്, ഓ അങ്ങനെ പറഞ്ഞാൽ ബ്രദറെ ആൾക്കാർ തോന്നിയ പോലെ ജീവിക്കുകയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പേടിപ്പിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ പേടിപ്പിക്കാതെ എങ്ങനെ അനുസരിക്കും? അപ്പോൾ ഞാൻ പേടിക്കാതെ അനുസരിക്കും, ഞാൻ ഭയങ്കര ഡീസൻ്റ് ആയതുകൊണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ബാക്കി ഡീസൻ്റ് അല്ലാത്ത ആൾക്കാരെ നമ്മൾ പേടിപ്പിച്ചനുസരിപ്പിക്കണം. ഇതാണ് റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, ഇത് സ്ഥാപിക്കാൻ വേണ്ടി, അതായത് പത്യോപദേശം സ്ഥാപിക്കാൻ വേണ്ടി പൗലോസ് അനുഭവിച്ച കഷ്ടപ്പാടുകളാണ് കൊരിന്ത് ലേഖനത്തിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ. അവിടെ 2-ാം അധ്യായം നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. അവിടെ പറയുന്നത്, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ വന്നത്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ജ്ഞാനമോ വൈഭവമോ ഉപയോഗിക്കരുത്. ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ ഇതിനകത്ത് കയറി വരും. നമ്മൾ പണ്ട് പഠിച്ചത് ഇതുമല്ല. പക്ഷേ ഒരു ലോകത്തിൻ്റെ ഫിലോസഫി ഇതിനകത്ത് നുഴഞ്ഞു കയറാൻ പാടില്ല. അപ്പോൾ ഒരു നല്ല സ്റ്റൈലായിട്ട് അവതരിപ്പിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ജ്ഞാനം പ്രസംഗിക്കുന്നുണ്ടോ ഒരിക്കലും ദൈവത്തിൻ്റെ സാക്ഷ്യം ക്ലിയർ ആക്കി കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പൗലോസിൻ്റെ ഒരു ആഗ്രഹം, ആരും ജ്ഞാനത്താൽ വശീകരിക്കപ്പെടരുത്, എല്ലാവരും ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിഷ്കളങ്കമായി കേൾക്കാനും വിശ്വസിക്കാനും പറ്റണം.
there should not be too many manipulations in the interpretation of the word of God. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഇപ്പം നമ്മളിപ്പോൾ പ്രസംഗം ഉണ്ടാക്കാനൊക്കെ നമ്മൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കും. ഹോമിലെറ്റിക്സ് എന്നതിന് പറയാം. ഹെർമന്യൂട്ടിക്സ് ആൻഡ് ഹോമിലെറ്റിക്സ്. ഹെർമന്യൂട്ടിക്സ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാന ശാസ്ത്രവും, ഹോമിലെറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രസംഗശാസ്ത്രവും. അപ്പോൾ വ്യാഖ്യാനിച്ചിട്ട് പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി അവർ പഠിപ്പിക്കും. ഹോമിലെറ്റിക്സിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം, നമ്മൾ പ്രസംഗിക്കാൻ സ്റ്റേജിലോട്ട് വരുന്നു, നമ്മുടെ മുഖം പ്ലസൻ്റ് ആയിരിക്കണം, എല്ലാവരെയും വിഷ് ചെയ്യുമ്പോൾ എല്ലാവരുടെ അടുത്തേക്ക് കണ്ണ് ചെല്ലണം. ഇതൊക്കെ ഹോമിലെറ്റിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ആ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതെല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം, കാരണം അവരിത് കേട്ട് ഇരിക്കണം. അപ്പോൾ നമുക്ക് അതിനുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ട്. നല്ലൊരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രസംഗത്തിനും തക്കതായ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ അതിൻ്റെ പോയിന്റുകൾ ഡിവൈഡ് ചെയ്യണം, സബ് പോയിന്റുകൾ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അവസാനം ക്ലൈമാക്സിലേക്ക് ആ മെസ്സേജ് ത്രസ്റ്റ് ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ ബൈബിളല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രീക്ക് ഡിബേറ്റിൻ്റെ ഒരു സ്റ്റൈലാണ്. ഇതാണ് നമ്മളെല്ലായിടത്തും പഠിക്കുന്ന ഒരു രീതി. ഇപ്പം ഞാനീ പ്രസംഗിക്കുന്നതൊക്കെ എൻ്റെ ഹോമിലെറ്റിക്സ് സാറൊക്കെ കേട്ട് കഴിഞ്ഞാൽ വടിയെടുത്ത് തന്നെ ഓടിക്കും. കാരണം ഈ പ്രസംഗശാസ്ത്രം എന്ന് പറയുന്നത് ഒട്ടും മൈൻഡ് ചെയ്യാതെയാണ്. അതായത് ഒരു വൈഭവം, അതായത് മനുഷ്യനെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് മനുഷ്യൻ സ്വാധീനിക്കപ്പെടണം, ഞാൻ ഈ പറയുന്ന കഥ എന്താ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആകണം, ഇങ്ങനെ ഒരു തരത്തിലും മനുഷ്യൻ്റെ മുഖത്ത് നോക്കാതെ കർത്താവിൻ്റെ വചനം അതുപോലെ പ്ലെയിൻ ആൻഡ് സിമ്പിളായിട്ട് പറയാൻ ദൈവം എന്നെ നിർബന്ധിക്കുന്നു. അത് എന്നും അങ്ങനെ ആ നിർബന്ധം എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ഈ ഹോമിലെറ്റിക്സ് സാറ് വടിയായിട്ട് ഓടിയാലും ഞാനത് മൈൻഡ് ചെയ്യാൻ, പുറകെ വന്നാലും ഞാനത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ വൈഭവം ഓഫ് മെൻ. മനുഷ്യൻ്റെ വൈഭവം, ആ വാക്കൊരു ഭയങ്കര വാക്കാണ്. വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം, ഈ വചനത്തിൻ്റെ വൈഭവം പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഭയങ്കര അറിയാവുന്ന ആളാണെന്നൊരു പ്രിറ്റൻഷൻ. ഓക്കെ, ഇപ്പോൾ വചനം ഒത്തിരി അറിയാവുന്ന ആളാണെന്ന് പറയുന്നതിന് പ്രിറ്റൻഷൻ, ഒത്തിരി പ്രിറ്റൻഷൻസ് ഇന്ന് കാണാം. ഇതിന് ഗ്രീക്കിൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, അപ്പോൾ ഇയാൾ ഗ്രീക്കെല്ലാം പഠിച്ചിട്ട് വന്നയാളാണെന്നൊരു ഇമ്പ്രഷൻ ഉണ്ട്. പണ്ട് ഞാൻ അങ്ങനെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി ഒരിടത്തു നിന്ന് രക്ഷപ്പെട്ടതാണ്. അതായത് ഒരു ദിവസം യഹോവയുടെ സാക്ഷികൾ വീട്ടിൽ, എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ അവരുടെ ദുർവിശേഷം പറയാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പം പറുദീസ ഇപ്പം ഇല്ല, അത് കർത്താവ് ഇനി ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ ക്രൂശിലെ കള്ളനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കുന്നു പറയുമ്പം ആ സമയത്ത് പറുദീസ ഉണ്ടായിരുന്നോ എന്ന് ഇവരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് അങ്ങനെയല്ല, ടുഡേ ഐ ടെൽ യു ടുഡേ യു ഷാൽ സിറ്റ് വിത്ത് മീ ഇൻ പാരഡൈസ് എന്ന ട്രാൻസ്ലേഷൻ ശരിയല്ല. അത് ഞങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഐ ടെൽ യു ടുഡേ, ഞാൻ ഇന്ന് നിന്നോട് പറയുന്നത്, ടുഡേയുടെ കോമ ഇപ്പുറത്താണ്. അതായത് ഐ ടെൽ യു ടുഡേ യു ഷാൽ സിറ്റ് വിത്ത് മീ ഇൻ പാരഡൈസ് എന്നല്ല, ഐ ടെൽ യു ടുഡേ ദാറ്റ് യു വിൽ സിറ്റ് വിത്ത് മീ ഇൻ പാരഡൈസ് വെൻ ഐ കം ഇൻ ഗ്ലോറി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബൈബിൾ എങ്ങനെ വിശ്വസിക്കാം? അപ്പോൾ അവർ പറഞ്ഞു, ഗ്രീക്കിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ഞങ്ങളുടെ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ഗ്രീക്കിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞൊരു ട്രാൻസ്ലേഷൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കസിൻസോട് പറഞ്ഞു, എടാ അത് ആ ബൈബിളെ ഗ്രീക്കുള്ള ബൈബിളിൻ്റെ എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ഇയാൾ വിചാരിച്ചത് ഒറിജിനൽ ഗ്രീക്ക് ബൈബിളായിരിക്കും, ഗ്രീക്കിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ കോമ അവിടെ കാണില്ലെന്ന് അവർക്ക് ഉറപ്പായിട്ട് അറിയാം, കാരണം ഇത് അവരുടെ തട്ടിപ്പാന്നുള്ള കാര്യം അവർക്കറിയാം. അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ പോവാണ്, ഞങ്ങളുടെ ലീഡറുമായിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഈ വൈഭവം ഉപയോഗിച്ചത് അന്നത്തെ കാലത്ത് ഈ ഭാഷയുടെ വൈഭവം, അല്ലെങ്കിൽ വചനം എനിക്ക് ഇത്ര അറിയാവുന്ന ഒരാളാണെന്നുള്ളൊരു ഇമ്പ്രഷൻ കൊടുത്തിട്ടൊരു ഉപദേശം സ്ഥാപിക്കാൻ പോലും പരിശ്രമിക്കുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. അതായത് ഇയാൾ ഭയങ്കര അറിവുള്ള ആളാണ്, ഇയാൾ പറയുന്നത് കേട്ടേക്കാം, ചേസ് ബ്രദർ പറഞ്ഞല്ലേ പുള്ളിക്ക് ബൈബിളൊക്കെ നല്ല നിശ്ചയമായിരിക്കും, അതുകൊണ്ട് അതുപോലുമില്ല. അതായത് ഒരു വചനം പറയുമ്പം ട്രസ്റ്റിംഗ് ഗോഡ് എലോൺ, നോട്ട് യൂസിങ് ഹ്യൂമൻ മെത്തഡ്സ്, ഇതൊരു വലിയ പാഠമാണ്. അതൊരു വലിയ പാഠമാണ്, മാത്രമല്ല ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള പാഠവുമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ഇന്നലെയാണ് ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് ചേസ് ബ്രദർ സംസാരിക്കുമ്പം ഈ IPC ഇപ്പോൾ IPCയിൽ ഒരു ചർച്ച എന്നെ 10 ദിവസത്തെ ബൈബിൾ സ്റ്റഡിക്ക് വിളിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് IPC അല്ല പെന്തക്കോസ്ത് ചർച്ച, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രസംഗിക്കാൻ ഇവർ വിളിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഡോക്ടറിനെ ചലഞ്ച് ചെയ്യുന്നില്ല, ഞാൻ ഡോക്ടറിനെ പഠിപ്പിക്കുന്നേ ഉള്ളൂ. ഈ ഡോക്ടറിനെ പഠിപ്പിക്കുമ്പം ഞാൻ ആരോടും ചോദിക്കുന്നില്ല നിങ്ങൾ കാൽവിനിസ്റ്റാണോ അർമീനിയനാണോ, അത് നമ്മുടെ വിഷയമല്ല. ഈ ബൈബിൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ആർക്കും സ്വീകരിച്ചേ പറ്റൂ. കാരണം നമ്മൾ ബൈബിൾ വ്യാഖ്യാനിച്ചാൽ മാത്രമേ, അതിനൊരൊറ്റ വ്യാഖ്യാനം ഉള്ളൂ, അതിനൊരു വൈഭവവും ആവശ്യമില്ല,
ഒരു ടെക്നോളജി ആവശ്യമില്ല. വി ഗോ വിത്ത് ദ ബൈബിൾ ആൻഡ് റീഡ് ഇറ്റ്. അത് വേഴ്സ് ബൈ വേഴ്സ്. നിങ്ങൾ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിക്കുന്നതിന് അപ്രസക്തമാണ്. നമ്മൾ ബൈബിളിലെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്താണ് ബൈബിൾ പറയുന്ന വാഗ്ദത്തം? അപ്പം ഞാൻ അവരോട് ചോദിക്കുന്ന, ബൈബിൾ എന്ത് വാഗ്ദത്തം തരുന്നു? ആ വാഗ്ദത്തം നിങ്ങൾ വിശ്വസിക്കുക. എന്താണ് വാഗ്ദത്തം? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരു വാഗ്ദത്തമാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകില്ല. അപ്പോൾ നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വാഗ്ദത്തം വിശ്വസിക്കണമല്ലോ, എബ്രഹാം വിശ്വസിച്ചതുപോലെ. സോ അപ്പോൾ ഇത് പറയുമ്പോൾ ദർ ഇസ് നോ തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. ദിസ് ഈസ് വാട്ട് ദ വേർഡ് ടെൽസ് യു. ഇതാണ് ബൈബിൾ പറയുന്നത്. ഇപ്പോൾ ബൈബിൾ പറയുന്നതാണ് ഡോക്ട്രിൻ. ഇത് പറയാൻ നമുക്ക് യാതൊരു ടെക്നിക്കിൻ്റെയും ആവശ്യമില്ലാതെ അങ്ങനെ പറയുമ്പം ഇത് ആളുകളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. അതേസമയത്ത് ഞാൻ എൻ്റെ ഒരു ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി പോയി അതുമല്ല ഇത് തെറ്റ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആളുകൾക്ക് പല ഉപദേശങ്ങളിൽ ഒരു ഉപദേശമാണ് ഇതെന്ന് തോന്നും. ഈ പല ഉപദേശങ്ങളിൽ ഒരു ഉപദേശം, അപ്പോൾ ചെയ്സ് ബ്രദറിൻ്റെ ഉപദേശം, രാജേഷ് ബ്രദറിൻ്റെ ഉപദേശം ഇങ്ങനെയാണ് എന്ന രീതിയിലായി പോകും. പ്രിയ സഹോദരങ്ങളെ, ഒരു വൈഭവമില്ലാതെ, വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവമില്ലാതെ പ്രസംഗിക്കാം എന്ന് പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും പണ്ടെങ്ങാണ്ട് പഠിച്ചതൊക്കെ പലതുമൊക്കെ വരാറുണ്ട്. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുക, അയാൾ കുറച്ച് വിവരമൊക്കെ ഉണ്ടല്ലോ, ചിന്തിച്ച് പലരോട് പറഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ മണ്ടത്തരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇത് പോകേണ്ടത് എന്നുള്ളതാണ് 1 കൊരിന്ത്യർ ലേഖനത്തിലൂടെ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഒറ്റ കാര്യം മാത്രമേ എനിക്കറിയാവുള്ളൂ. സൈക്കോളജി അറിയില്ല, ഓക്കെ, എന്താ ഫിലോസഫി അറിയില്ല, ചരിത്രം അറിയില്ല, ശാസ്ത്രം അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് യേശു ക്രിസ്തു എന്ന ക്രൂശിതനായ കർത്താവ്, ക്രൂശിതനായ ക്രിസ്തു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. ഈ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തു അല്ല, റോമൻ കത്തോലിക്കൽ പറയുന്ന പോലെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വന്നു ഈ ഭൂമിയിൽ ക്രൂശിക്കപ്പെട്ടു. അത് ആണ് ഭയങ്കര സംഭവം. അതിലും വലിയൊരു സംഭവമില്ല. ദൈവം ഈ ഭൂമിയിൽ വന്ന് മരിച്ചു. ആ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവ് ഇപ്പം ക്രൂശിക്കപ്പെട്ട് ഇപ്പം കിടക്കുകയല്ല, പക്ഷെ അന്ന് ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി, ഈ വചനത്തിൽ പോലും ഒന്നും അറിയാത്തവനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കുകയാണ്, ബൈബിളിൽ എത്ര വാക്യമുണ്ട് പാസ്റ്ററെ? ആർക്കറിയാം? നിങ്ങൾ ബൈബിളിൽ നടുക്ക് വരുന്ന വാക്യം ഏതാണ്? എനിക്കറിയാൻ മേല. ഏറ്റവും ചെറിയ അധ്യായം ഏതാണ്? ആർക്കറിയാം? 134 117 എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സങ്കീർത്തനം ആയിരിക്കും. നമുക്കിതൊന്നും അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. വചനത്തിൻ്റെ വലിയ വൈഭവം. ചിലർ വചനം കാണാപ്പാഠം പറയണം. ഈ കാണാപ്പാഠം പറഞ്ഞു കേട്ടാലും വായിച്ചു കേട്ടാലും എല്ലാം എഫക്റ്റ് ഒന്ന് തന്നെയല്ലേ? എഫക്റ്റ് ഒന്ന് തന്നെ. ഓക്കെ, ഞാനിത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നിനും അറിയാത്തവൻ. അപ്പോൾ ഈ ക്രൂശിതനായ ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞാൽ നമ്മൾ ഉൽപ്പത്തി വായിക്കുമ്പോൾ അതിനകത്ത് എന്തായിരിക്കും കാണുന്നത്? ക്രൂശിതനായ ക്രിസ്തുവിനായിരിക്കും. നമ്മൾ പഴയ നിയമത്തിൽ ഏത് അധ്യായം വായിച്ചാലും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈ ക്രൂശ്, കാരണം അത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. യെശയ്യാവിൻ്റെ പുസ്തകം വായിച്ചാലും നമുക്ക് ക്രൂശിതനായ ക്രിസ്തുവിനെ അവിടെ കാണാൻ പറ്റുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് മോശ തരുന്ന വാഗ്ദത്തങ്ങളുടെ അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് കിട്ടുന്ന കാര്യമല്ല, മോശയുടെ അവസ്ഥയാണ്. മോശയ്ക്ക് ഇതൊന്നും കിട്ടിയില്ല. മോശ ആ മലയിൽ മരിച്ച് എവിടെയോ അടക്കപ്പെട്ടു. ഈ പറയുന്ന ആവർത്തന പുസ്തകത്തിൽ പറയുന്ന ഒരു വാഗ്ദത്തം, ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടില്ല, ആടുപാടുകൾ അനുഗ്രഹിച്ചില്ല, ഇതൊന്നും മോശയ്ക്ക് കിട്ടിയില്ല. മോശ അതിനു മുമ്പേ പോയി. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് അവിടെയും ക്രിസ്തുവിൻ്റെ നിന്ദ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ഒന്നുമില്ലാതെ ഈ ലോകത്ത് മരിച്ച ക്രിസ്തു, അത് മോശയെല്ലാം ഓർപ്പിക്കുന്ന ആ ക്രിസ്തുവിനെയാണ്. അപ്പം ഈ ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി നമ്മൾ ബൈബിൾ തുറക്കുന്നു. ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി ആളുകളെ ഫേസ് ചെയ്യുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം ഉയർത്തുന്ന ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് ധൈര്യത്തോടെ, കോംപ്രമൈസ് ഇല്ലാതെ നിൽക്കുന്നു. ഇത് പൗലോസിൻ്റെ ഒരു വേ ആയിരുന്നു. ഇങ്ങനെയാണ് പൗലോസ് മുമ്പോട്ട് പോയത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അപ്പോൾ സംസാരിക്കുമ്പോഴും യേശുവിനെ കുറിച്ചല്ലാതെ ഒന്നും പറയാനില്ലാത്ത ഒരാൾ എന്നിട്ട് പറയാണ്, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. അപ്പോൾ നമ്മൾ പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാർ എങ്ങനെ സാധാരണ ഇരിക്കുന്നത്? നല്ല ഗമയ്ക്ക് തന്നെ ഇരിക്കുന്നത്. ഞാൻ പറയുന്ന കേട്ടോ, എൻ്റെ അറിവ് എന്താണെന്ന് ഇപ്പോൾ അറിഞ്ഞോ എന്ന രീതിയിലിരിക്കുന്നത്. അപ്പോൾ അവർ അറിവില്ലാത്തവരെ പോലെ ഇരിക്കുകയാണ്, നല്ല സ്റ്റൈലായിട്ട്, നല്ല വേഷമൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും നല്ല സ്വയം ഗ്രൂം ചെയ്യുന്ന ആൾക്കാർ പാസ്റ്റർമാരാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പണ്ട് എന്നോട് ഒരാൾ പറയുന്നത്, ഈ പാസ്റ്റർമാരെ കണ്ടെന്ന് ഒട്ടും പ്രായം തോന്നത്തില്ല എന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ലപോലെ തലമുടിയൊക്കെ ശരിയാക്കി മിനുക്കി നല്ല കോട്ട് ഷർട്ടും ഒക്കെ ഇട്ട് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡായിട്ട് നടക്കുള്ളൂ. നല്ല കാര്യമാണ്, അതൊന്നും തെറ്റൊന്നുമല്ല. അവർ പ്രസംഗിക്കാൻ വിളിക്കുമ്പോഴുള്ള ഒരു ഗൗരവമുണ്ട്. ഗൗരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിനി നിങ്ങളെ അങ്ങ് പഠിപ്പിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് എന്നെ അറിയാം,
ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതാ ഇപ്പോൾ കേട്ടോ എന്ന രീതിയിലാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ട് എൻ്റെ ദൈവം, എൻ്റെ തല തിരിഞ്ഞുപോയി. എന്തൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയാണ്, ഞാൻ ക- ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നറിയില്ല, കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവൾക്ക് 300 സാരിയാണ്. അപ്പം ഇത് ആൾക്കാരിങ്ങനെ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് അയാൾ എല്ലാവരോടും പറയും, 4 വയസ്സ് തൊട്ട് നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഓർത്തെടുത്ത് ഒരു പേപ്പറിൽ എഴുതാൻ. ഇത് ഈ പേപ്പറിൽ എഴുത്തിക്കലും കീറിക്കളയിലും എല്ലാം ഈ സൈക്കോളജിക്കൽ ടെക്നിക്കുകളുടെ ഭാഗമാണ്. പക്ഷെ അയാൾ മറന്നുപോയൊരു കാര്യമുണ്ട്, ഇതിനിടയിൽ കർത്താവ് മരിച്ചായിരുന്നു. ഇതിനിടയിൽ ഈ 4 വയസ്സ് തൊട്ടുള്ള പാപങ്ങളെല്ലാം ക്ഷമിച്ചായിരുന്നു. പൂർവ്വകാല പാപങ്ങൾ ഓർക്കാതെ കർത്താവ് അതെല്ലാം അസ്തമിപ്പിച്ചിരുന്നു. എന്നാൽ ഇവരിത് കുത്തിപ്പൊക്കും. കാരണം ഭയങ്കര അറിവാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ പറഞ്ഞു പറഞ്ഞു വരുമ്പം ക്രൂശിതനായ ക്രിസ്തുവിനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. ഈ ക്രൂശിതനായ ക്രിസ്തുവിനെ ഒഴിച്ച് ഞാൻ ഇന്ന് ഈ പെന്തക്കോസ്ത് സഭകളിലേക്ക് നോക്കുമ്പോൾ മറ്റു സഭകളിലും ക്രിസ്തുവൊന്നുമില്ല. ലിപ് സർവീസ് മാത്രമേ ഉള്ളൂ. ലിപ് സർവീസ് ഉണ്ട്, കുർബാനയുടെ സമയത്ത് ഒരു ലിപ് സർവീസ് ഉണ്ട്, അതല്ലാതെ അവിടെ ക്രിസ്തുവൊന്നുമില്ല. പക്ഷേ ഈ ലിപ് സർവീസ് പോലും ഇല്ലാത്ത രീതിയിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും അറിയാത്തവരായിട്ടൊരു സമൂഹം ഉള്ളത് ഈ പെന്തക്കോസ്തിലെ ചില സഭകളാണ്. അവിടെ യേശു ക്രിസ്തുവിൻ്റെ ഒരു പരാമർശം പോലും ഇല്ല. അപ്പൊ ക്രൂശിതനായ ക്രിസ്തുവിനെ ഒഴിച്ച് അവർക്ക് ലോകത്തിലെ സകല കാര്യങ്ങളും അറിയാം. മോശയുടെ കാര്യം അറിയാം, ദാവീദിന്റെ കാര്യം അറിയാം. ഏഹ് പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? എനിക്കിതൊന്നും അറിയത്തില്ല, എനിക്ക് ആകെ അറിയാവുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ എന്തുമാത്രം അകലമാണ് ഇന്നത്തെ ചർച്ചുകളും പൗലോസിന്റെ കാലത്തുള്ള കഷ്ടപ്പാടിന്റെ ആ കാലത്തുള്ള സഭകളും തമ്മിലുള്ള ഡിഫറൻസ് എത്ര ഭയങ്കരം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ച് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഉപദേശം മാറ്റുക എന്നുള്ള ഉദ്ദേശമില്ല. ക്രിസ്തു നിങ്ങളുടെ സഭകളുടെയും ജീവിതത്തിൻ്റെയും കേന്ദ്രമാണെന്നുള്ള ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പം എല്ലാ മഹത്വവും കർത്താവിനെന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് വന്നു കഴിയുമ്പോൾ സഭ രക്ഷപ്പെട്ടു. പക്ഷെ ആർക്കും വേണ്ടത് അത്. ദാറ്റ്സ് എ ത്രെറ്റനിങ് സ്കെയറി പ്രൊപ്പോസിഷൻ. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഇയാൾ കൊള്ളാമല്ലോ, നല്ല പ്രസംഗമാണല്ലോ, വിശ്വസിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആരും വരാതിരിക്കാൻ വേണ്ടി. ദാറ്റ് മീൻസ് ഈ ബിസിനസ്സുകാരൊക്കെ വലിയ കാറിൽ യാത്രയുള്ളൂ. അവർ പറയുന്നത് വെച്ചാൽ ഇത് കണ്ടുകൊണ്ട് വേണം, ഇയാൾ പോക്കല്ല, ബ്രോക്കൺ അല്ല എന്ന് മറ്റേ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ചിലപ്പം കടം മേടിച്ച് ആരെങ്കിലും വണ്ടിയായിരിക്കും, ബട്ട് ദേ അപ്പിയർ ലൈക്ക് ദാറ്റ്. ഇതുപോലെ ഇപ്പോൾ പാസ്റ്റർമാർ, പ്രോസ്പെരിറ്റി പറയുന്ന പാസ്റ്റർമാരുടെ കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും അവർ നല്ല സ്റ്റൈലായിട്ട് നടന്നാൽ ഇവരൊക്കെ ജീവിച്ചു പോകുന്നുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. അപ്പം അത് കണ്ടിട്ട് ആൾക്കാർ വരുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഇവിടെ നേരെ തിരിച്ചാണ്. ഒരു മനുഷ്യൻ്റെ വൈഭവം കണ്ടോ, കഴിവ് കണ്ടോ, ജ്ഞാനം കണ്ടോ ആരെങ്കിലും വിശ്വാസത്തിൽ വന്നു പോകുമോ എന്ന് പൗലോസ് പേടിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത്, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരം ആയിരിക്കേണ്ടതിന്. അപ്പോൾ ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നുള്ളതല്ല. ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഒരു 8:15, 8:20 വരെയൊക്കെ ആരെങ്കിലുമൊക്കെ സംസാരിക്കണം. കാരണം ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ജ്ഞാനത്തിലൊന്നുമില്ല, ദൈവത്തിൻ്റെ ശക്തിയാണ് ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ വചനം പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന് ഒരു കാരണം അതാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൂ ഈസ് സ്പീക്കിംഗ്, ഇറ്റ് ഈസ് അബൌട്ട് ക്രൈസ്റ്റ് ഹൂ ഈസ് വർക്കിംഗ്. ആര് പ്രസംഗിക്കുന്നുള്ളതിനേക്കാളും പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബലഹീനതയിൽ ഇരുന്നു കൊണ്ട് പൗലോസ് പറയുകയാണ്, ജ്ഞാനം കൊണ്ട് നിങ്ങളെ വശീകരിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം മനുഷ്യരുടെ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി മാറ്റിയിരുന്നതുകൊണ്ട്. ജ്ഞാനം കൊണ്ട് നിങ്ങൾ വശീകരിക്കപ്പെടരുത്, അറിവുള്ള ആൾ എന്ന രീതിയിൽ നിങ്ങൾ വശീകരിക്കപ്പെടരുത്. ഇന്നിപ്പോൾ പല സഭകൾ നടത്തുന്നത് ബൈബിൾ പഠിച്ചവരല്ല, പ്രൊഫഷണൽസാണ്. ഡോക്ടർമാർ നടത്തുന്ന ചർച്ചകൾ, എഞ്ചിനീയർമാർ നടത്തുന്ന ചർച്ചകൾ, IT പ്രൊഫഷണൽസ് നടത്തുന്ന ചർച്ചകൾ, അവരൊക്കെയാണ് പാസ്റ്റേഴ്സ്. അവർ തന്നെയാണ്. അവർക്ക് പാസ്റ്റർ ആയിക്കൂടാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു ചർച്ചിൻ്റെ സോൾ പാസ്റ്ററായിട്ട് അവർ അങ്ങനെയുള്ളവരാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ ഒരു വചനം നല്ലൊരു പഠിച്ച് കാണാമായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ മറ്റ് പ്രൊഫഷൻസിലെല്ലാം എക്സ്പേർട്സ് ആണെന്ന് വിചാരിച്ച് വചനം അവർ അറിയണമെന്ന് നിർബന്ധമില്ല.
കാരണം അവരുടെ പ്രൈമറി കോളിംഗ് അതാണ്. അപ്പോൾ വചനം അവരറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മനുഷ്യരെന്താ ചിന്തിക്കുന്നത്? അയാൾ അത്ര വിവരമുള്ള ആളല്ലേ, അയാൾ പറയുന്നത് ശരിയായിരിക്കും. കാരണം അയാൾ അങ്ങനെ പറയാതെ പഠിക്കാതെ പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിയ ഒരു സംഭവം കൂടെ, ഒത്തിരി സംഭവങ്ങളുണ്ട് അങ്ങനെ, അതിലൊരു സംഭവം കൂടെ പറയാം. ഈ മറിയാം, കന്യാ മറിയാം ഡ്രസ്സ് ഇട്ടിട്ട് അതിന് മുകളിൽ കെട്ടുന്ന ഒരു കെട്ടുണ്ട്. മറിയമ്മിൻ്റെ സുനോറോ എന്നാണ് അതിന് പറയുന്നത്. ഈ സുനോറയുടെ കഷ്ണങ്ങൾ പല യാക്കോബ പള്ളികളിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാ മാസം 14-ാം തീയതി ഒരു ചെറിയ പെരുന്നാളും നവംബർ 14-ന് മറ്റോ വലിയൊരു പെരുന്നാളും ഉണ്ട് അതിന്. അപ്പോൾ എല്ലാ ദിവസവും പെരുന്നാൾ ആഴ്ച ആരും മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അതിനൊരു പ്രത്യേക ദിവസമുണ്ട്, അന്നാണ് അതിന് കൂടുതൽ ശക്തി, ഈ കെട്ടിന് കൂടുതൽ ശക്തിയുള്ളതെന്നാണ്. അപ്പോൾ ഇത് അടിമാലി പള്ളിയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഞാൻ സ്നാനപ്പെട്ട സമയമാണ്. അപ്പോൾ അതിൻ്റെ നോട്ടീസൊക്കെ അടിച്ച് ഭയങ്കര, അപ്പോൾ ഒരു സൂനിയറൊക്കെ ഇറക്കി. ആ സൂനിയറിനകത്ത് 2-3 ഡോക്ടറേറ്റ് ഉള്ള ഒരാൾ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ആ ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ് ഞാൻ ആദ്യം ഞെട്ടിയത്. അപ്പോൾ ഡോക്ടറേറ്റ് ഇവർ എന്തിലെടുക്കുന്നതെന്ന് എനിക്കൊരു സംശയം തോന്നുന്നു അവിടുത്തോട്ടാണ്. പുള്ളി പറയുന്നത് തോമസ് ലീഹയുടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് പുള്ളി നിർത്തിയിട്ട് എടശ്ശയ്ക്ക് പോയി. എടശ്ശയ്ക്ക് പോകുന്ന വഴിയിൽ കന്യാമറിയാം സ്വർഗത്തിലോട്ട് പോകുന്ന വഴിയിൽ ഈ എടശ്ശയ്ക്ക് പോകുന്ന തോമസിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിൽ കൂടെ പോകുന്ന രണ്ടുപേരും. അപ്പോൾ കന്യാമറിയാം പറഞ്ഞു, കുറേ നാളായിട്ട് നിന്നെ കാണാനില്ലായിരുന്നു, അതുകൊണ്ട് നിനക്കൊന്നും തരാനില്ലായിരുന്നു, അതുകൊണ്ട് ഈ കെട്ടൂരി തോമസ് ലീ എടുത്ത് നീ കൈ വെച്ചോളാൻ പറഞ്ഞിട്ട് കന്യാമറിയാം സ്വർഗത്തിലോട്ട് പോയി, തോമസ് നേരെ എടശ്ശയിലോട്ട് പോയി. കഥയാണ്. അത് തോമസ് അടക്കപ്പെട്ടപ്പോൾ അത് തോമസിൻ്റെ അടക്കപ്പെട്ടു. പിന്നെ അടുത്ത ഒരു ഒരു വലിയൊരു പീരീഡ് ഓഫ് ടൈം അതിനെക്കുറിച്ച് സൈലൻ്റ് ആണ്. ഇതിപ്പം പലരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങ് പറഞ്ഞ് നന്നാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിഗ്രി വായിച്ച് നോക്കിയപ്പം PhD, DD. അപ്പോൾ എനിക്കൊരു DD, ഡോക്ടർ ഓഫ് ഡിവിനിറ്റി, അത് ഗ്ലാസ്ഗോ, ഇംഗ്ലണ്ടിൽ നിന്ന്, അവിടെ നിന്ന് ഇവിടെ നിന്ന്. ഞാൻ ആലോചിക്കായിരുന്നു, എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ജ്ഞാനം കൊണ്ട് എന്താണ് നേടുന്നത്? വെറും, പക്ഷെ ആൾക്കാരെന്താ ചിന്തിക്കുന്നത്, ഇത്രയും ഡോക്ടറേറ്റ് ഉള്ള ഒരാൾ പറഞ്ഞ് ശരിയായിരിക്കും, ചിലപ്പം പുള്ളി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പം മറിയം പോകുന്ന കണ്ടു കാണുമായിരിക്കും എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യരുടെ ജ്ഞാനം, വലിയ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, തിയോളജിയിൽ എക്സ്പേർട്ടാണ്. ഈ ന്യൂ ടെസ്റ്റാമെൻറ്റിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളോ നിങ്ങളുടെ പ്രസംഗിച്ച് നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയോ? ഈ ന്യൂ ടെസ്റ്റാമെൻറ്റിൽ ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരു കുഞ്ഞു വിഷയത്തിലാണ്. ഒരാൾ ഡോക്ടറേറ്റ് എടുത്തത് റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യത്തെ ബേസ് ചെയ്തിട്ടാണ്. ആ വാക്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ ഒക്കെ മുടക്കി ഡോക്ടറാകുന്നത്, PhD എടുക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ പഠിക്കുന്നില്ല. നാരോയിങ് ദ റിസർച്ച് ടു വൺ ടോപ്പിക്. അവർ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അവെയറല്ല. ഇതാണ് ഈ മനുഷ്യരുടെ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. ആ ജ്ഞാനം ഒന്നും നേടുന്നില്ല. ഓക്കെ, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തിലോടും നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. എന്താണ് ഈ ആത്മാവിൻ്റെ ശക്തി? എന്താണ് അതിൻ്റെ പ്രദർശനം? ആത്മാവിൻ്റെ ശക്തിയും അതിൻ്റെ പ്രദർശനം എന്ന് പറയുന്നത് ആളുകളെ കൺവേർട്ട് ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആത്മാവിൻ്റെ ശക്തിയോടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് കൂടുതൽ ശക്തിയോടെ, അതല്ല, ആ സാധനമല്ല. ഓർസേ, അങ്ങനെ അതല്ല. വചനം ആളുകളെ പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ് ഫോർ സാൽവേഷൻ ഓഫ് മെനി. മനുഷ്യരെ രക്ഷിക്കാനുള്ള ദൈവശക്തിയാണ് ആത്മാവിനാൽ ഉച്ചരിക്കപ്പെടുന്ന വാക്കുകളുടെ റിസൾട്ട്. അപ്പോൾ ആ ശക്തി, അതായത് ആളുകളെ കൺവേർട്ട് ചെയ്യുന്ന ശക്തി, മാറ്റുന്ന ശക്തി, ബോധ്യപ്പെടുത്തുന്ന ശക്തി, നമ്മൾ പറയുന്ന വചനം കേൾക്കുന്ന ആളുകൾക്ക് ജീവനിൽ ബോധ്യമാക്കി കൊടുക്കുന്ന ശക്തി, ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ എന്താ പറയുന്നത്, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ. ഇവിടുത്തെ ശക്തിക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് അപ്പോസ്തലന്മാർ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുമായിരുന്നു. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ദൈവം അടയാളങ്ങളിലൂടെ തെളിയിക്കുമായിരുന്നു. അപ്പോൾ വിശ്വസിക്കാൻ ഈ അടയാളങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ആൾക്കാർ. വചനമാണ് ഒരാളെ വിശ്വാസത്തിലോട്ട് നയിക്കുന്നെങ്കിലും അതിനെ ഒന്ന് ബട്ടർസ് ചെയ്യുവാൻ, ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുവാൻ, ഒന്ന് ഓഗ്മെൻറ്റ് ചെയ്യുവാൻ അന്ന് അപ്പോസ്തലന്മാർ ഉപദേശം സ്ഥാപിക്കുന്ന കാലത്ത് അനേകം അത്ഭുതങ്ങളിലൂടെ ഇത് ഉറപ്പിക്കപ്പെട്ട ഒരു വചനമാണ്. അപ്പോൾ സഭയ്ക്ക് ആദ്യകാലത്ത് അടിസ്ഥാനമിടുമ്പോൾ ഈ അത്ഭുതങ്ങളാൽ ഉറപ്പിക്കപ്പെടുന്ന ഒരു കാര്യം കൂടെ. അപ്പം വചനം പറയുമ്പോൾ അതിനകത്ത് അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാലും ശക്തിയാലും ദൈവം അത് കൺഫേം ചെയ്തു. പൗലോസ് പറയുന്നത് ശരിയാണ് എന്ന് കൺഫേം ചെയ്തു പോകുന്നു.
അപ്പം നിങ്ങൾ ചോദിക്കായിരിക്കും ഇപ്പോഴെന്താ നടക്കാത്തത്? ഇപ്പോഴും ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയാണോ സഭ സ്ഥാപിക്കപ്പെടാത്തത് അവിടെ ചെല്ലും. കാരണം അവിടെയാണ് ഈ ശക്തിയുടെ പ്രദർശനം ആവശ്യമായിരിക്കുന്നത്, ഇവിടെയല്ല. ഇവിടെ നമുക്ക് ഇനി മാനസാന്തരത്തിൻ്റെ ഒരു കാലമാണ് വരേണ്ടത്. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരുടെ മാനസാന്തരത്തിൻ്റെ ഒരു കാലമാണ് വരേണ്ടത്. ഓക്കെ, ഇനി അടുത്ത 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ജ്ഞാനത്തിന്റെ വശീകരണ വാക്ക് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നില്ല. ഒരു വാക്ക് 5-ാം വാക്യത്തില് ഈ ജ്ഞാനത്തിന് ഭയങ്കരമായ വശീകരണ ശക്തിയുണ്ട്, അറിവിന്. ഇപ്പം ഞാൻ എവിടെ ഇരുന്നുകൊണ്ട് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉടനെ അതിനകത്ത് വരും. മനഃശാസ്ത്രം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ്. എനിക്ക് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ് കയറാനുള്ള കാരണം, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ABC ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം റീഡേഴ്സ് ഡൈജസ്റ്റുകാർ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകം ഞാൻ വായിച്ചു. അതെനിക്ക് പിന്നീട് ഒത്തിരി പ്രയോജനം ചെയ്തു ബൈബിൾ കോളേജ് വെച്ച്. കാരണം ഈ പ്രവാചകന്മാർ പറയുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പഠിച്ചത് ആ ഒരു പുസ്തകത്തിനകത്ത്. അതിനകത്ത് രണ്ടാമത്തെ പേജോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവിടെ ഏത് മനുഷ്യനെക്കുറിച്ചും പറയാവുന്ന 10 പ്രവചനങ്ങളുണ്ട്. ഈ 10 പ്രവചനങ്ങളിൽ എപ്പോൾ പറഞ്ഞാലും എല്ലാവർക്കും സംബന്ധിച്ച് കറക്റ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരാളുടെ പറയാണ്, രാജേഷ് ബ്രദർ ഒത്തിരി ജീവിതത്തിൽ കഷ്ടത്തിലൂടെ കടന്നു വന്ന ആളാണ്. അതെല്ലാവരുമാണ്, ഒരുവിധം പറഞ്ഞ എല്ലാവരും തന്നെ അങ്ങനെയൊക്കെയാണ്, 90% ആൾക്ക്. എന്നാൽ ഉദ്ദേശിച്ച അത്ര ഒരു സ്ഥലത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഇനി എത്രയോ വളരാനുണ്ട്, കർത്താവിൻ്റെ അടുത്ത് ഇനിയും വളരാനുണ്ട്. നമ്മൾ ആയിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ഇതിനകത്തുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്, കുറച്ചുകൂടെ അച്ചീവ് ചെയ്യാനുണ്ട്, കുറച്ചുകൂടെ നേടാനുണ്ട്. എന്നോട് ഈ അടുത്തിടെ ഒരു പ്രവാചകൻ ഒരു തന്ത്രം ഇതേ തന്ത്രം ഇറക്കി. ഒരു അടുത്തിടെ ഒരു 5 years ബാക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ആ പൊട്ടൻഷ്യൽ അനുസരിച്ച് എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളൊരു നിരാശ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇതൊരു തന്ത്രമാണ്, അതെല്ലാ മനുഷ്യർക്കും ഒരു പരിധി വരെ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയിൽ അന്നേരം എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് ഇത്ര എത്തിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ പ്രതീക്ഷയിലൊന്നും അല്ല നടക്കുന്നത്, അതിനപ്പുറത്ത് കർത്താവ് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇറ്റ്സ് ഓൾവേസ് മോർ ദാൻ വാട്ട് വി എക്സ്പെക്റ്റഡ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നൊരു സാധനം ഇല്ല മനുഷ്യന്. മനുഷ്യൻ വെറും പൊട്ടൻഷ്യലുകാരനല്ല, പൊട്ടന്മാരാണ്. ദേ ഹാവ് നത്തിങ്. ദൈവത്തിൻ്റെ കൃപയല്ലാതെ വേറൊന്നും നമുക്ക് പുകഴാനില്ല. അതുകൊണ്ട് ഈ നോളജിൻ്റെ ഒരു വശീകരണം, അറിവ്, മനുഷ്യനെ സംബന്ധിക്കുന്ന അറിവിന് ഒരു ഭയങ്കര വശീകരണ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ആർക്കിമിഡീസ് വെള്ളത്തിനകത്ത് ഇറങ്ങി നഗ്നനായി റോട്ടിൽ കൂടെ യുറേക്ക എന്ന് പറഞ്ഞ് ഓടിയത്. ഈ ജ്ഞാനത്തിൻ്റെ വശീകരണം കാരണമാണ്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. മനഃശാസ്ത്രം മാത്രമല്ല, ചിലർക്ക് ചരിത്രം ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് എന്താ പറയുന്നത്, ഗണിതശാസ്ത്രം ഭയങ്കര ഇഷ്ടമാണ്, അരിത്മെറ്റിക്സ് ഭയങ്കര, എല്ലാം ഈ ഒരു വശീകരണമുണ്ട്. ഏറ്റവും അപകടം ഇതൊന്നുമല്ല. എക്സാക്ട് സയൻസിനേക്കാളും അപകടകാരിയാണ് തത്വചിന്തയോടുള്ള ആസക്തി. ഫിലോസഫിയോട് നമുക്ക് തോന്നുന്ന ആസക്തി നമ്മളെ ചുറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഇവിടെ ജ്ഞാനം എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്ന ബേസിക്കലി ഫിലോസഫിയാണ്. കാരണം റോമൻ ഫിലോസഫി കൊടി കുത്തി വാണിരുന്ന സമയത്താണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനിടയിൽ ഒരു സിമ്പിൾ ഗോസ്പലിൻ്റെ പ്രസൻറ്റേഷൻ വരുമ്പം ചുറ്റും ഭയങ്കര പണ്ഡിതന്മാർ അവിടെ ഇരുന്ന് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്, ഫിലോസഫിക്കൽ ഡിബേറ്റ്. ആ ഒരു തന്ത്രവും പ്രയോഗിക്കാതെയാണ്, ഒരു ഡിബേറ്റിംഗ് തന്ത്രവും പ്രയോഗിക്കാതെയാണ് പൗലോസ് സുവിശേഷമായിട്ട് ഇറങ്ങി നടക്കുന്നത്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അതെല്ലാ മനുഷ്യരുടെ അടുത്ത് പറ്റിയാൽ, അത് കൊരിന്ത് സഭയിൽ ഒട്ടും പറ്റിയാലെന്നുള്ള കാര്യം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനം സംസാരിക്കാറായിട്ടില്ല കൊരിന്ത് സഭയിലെ ആൾക്കാർ, അത് തികഞ്ഞവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പൗലോസ് പറയുന്നത്. പരിജ്ഞാനത്തിൻ്റെ വചനം കേൾക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. ഓക്കെ, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. അപ്പോൾ തികഞ്ഞവരായ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയ ആൾക്കാരെന്നുള്ളതല്ല, ഫൗണ്ടേഷൻ ഇടുന്നത് തീർന്ന ആൾക്കാർ. അതായത് വൺസ് ദ ഫൗണ്ടേഷൻ ഈസ് ലെയ്ഡ്. ഇപ്പൊ നമ്മൾ അനേകം സഭകൾ, നമ്മുടെ സഹോദര സഭകളുണ്ട്. എനിക്ക് കൃത്യമായ എണ്ണമൊന്നും അറിയത്തില്ല, പക്ഷെ ഒത്തിരി സഹോദര സഭകൾ നമുക്കുണ്ട്. ഇതിൽ IPCക്കാരും ഉണ്ട്. IPCയിൽ നമുക്ക് സഹോദര സഭയുണ്ട്. കാരണം അടുത്ത പല പാസ്റ്റേഴ്സും ഈ ഉപദേശം സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ സഹോദര സഭയാണ്. നമുക്ക് പ്രത്യേകിച്ച് ബ്രാൻഡും ഒന്നും ഉള്ള ആൾക്കാരല്ല, നമുക്ക് ഇന്ന പേരിൽ അറിയപ്പെടണമെന്ന് പോലും നിർബന്ധമില്ല. പക്ഷെ ഉപദേശം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഉപദേശം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അനേകം സഹോദര സഭകളുണ്ട്.
ഓക്കെ, അവരെല്ലാം നമുക്ക് സഹോദരങ്ങളാണ്. ബട്ട് ഒൺലി തിങ് ഈസ് ഡോക്ട്രിൻസ്. അതായത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനം, ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ജ്ഞാനമായിരിക്കണം ഏതൊരു സഭയുടെയും അടിസ്ഥാനം. ഓക്കെ, അപ്പോൾ അവർ കൂടുതൽ കൂടുതൽ പരിജ്ഞാനത്തിലോട്ട് പോകണമെങ്കിൽ ഏത് സഭയും വിശ്വാസത്തിൽ ഉറക്കേണ്ടത് ആവശ്യമാണ്. രാജേഷ് ബ്രദർ പറഞ്ഞ പോലെ സ്ഥിരമായത്, അതായത് സ്ഥിരത. ഇപ്പോൾ ഒരു ദിവസം ഒരാൾ പ്രസംഗിച്ചു, ഒരു ചെടി നട്ടു, വേറൊരുത്തൻ വന്ന് അത് പിഴുത് കളഞ്ഞിട്ട് വേറൊരു ചെടി നട്ടു. ഇങ്ങനെ മാറി മാറി ചെടി നട്ടുകൊണ്ടിരുന്നാൽ ഏതെങ്കിലും ചെടി അവിടെ വളരുമോ? അപ്പോൾ ഒരു സഭയിൽ പല 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 ഉപദേശങ്ങൾ വന്ന് വ്യാപിക്കുമ്പോഴേക്കും അവിടെ ഒരു ഉപദേശത്തിലും സ്ഥിരത ഉണ്ടാവില്ല. അപ്പൊ സ്ഥിരതയുണ്ടായി ഫലം കൊടുക്കണമെങ്കിൽ നമ്മുടെ കൂട്ടങ്ങളിലെല്ലാം ഒരേ ഉപദേശം ഉണ്ടാകണം. അപ്പൊ ആ ഒരേ ഉപദേശം എന്ന് പറയുന്നത് ചേസ് ബ്രദർ ഉപദേശിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ മൂപ്പന്മാർ ആരെങ്കിലും, എന്നേക്കാൾ നല്ലപോലെ വചനം അറിയാവുന്ന ഇഷ്ടം പോലെ മൂപ്പന്മാർ നമുക്കുണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷെ സത്യമാണ്. ഒരുപക്ഷെ ആൾക്കാർ ഞാൻ പറയുന്ന കൂടുതൽ കേൾക്കുന്നുള്ളൂ, എന്നേക്കാൾ നല്ലപോലെ കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിക്കും. ഞാൻ പല സ്ഥലത്തും പഠിപ്പിച്ചിട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നത് ഞാൻ മറ്റു സഹോദരങ്ങളെ വിട്ടിട്ടുണ്ട്. അവർ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. ദേ ആർ ബെറ്റർ ടീച്ചേഴ്സ് ദാൻ മീ. ഇത് ആര് പ്രസംഗിച്ചെന്നുള്ളതൊന്നും അല്ല കാര്യം. ദ ഓൺലി തിങ് ഈസ് വെദർ ദ വേർഡ് ഈസ് പ്രീച്ച്ഡ് സൗണ്ട്ലി, കറക്റ്റ്ലി. അപ്പൊ അതിനകത്ത് ജ്ഞാനത്തിന്റെ വശീകരണമാക്കി വരാതെ ദൈവത്തിന്റെ വചനം സ്ഥാപിക്കപ്പെടുക. ഓക്കെ, അപ്പോൾ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ജ്ഞാനം തന്നെ നമ്മൾ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ, പ്രത്യേകിച്ച് ഇതിനകത്തുള്ള അപ്പോസ്തലിക ഉപദേശം. അപ്പോൾ ഇതാണ് റോമാലേഖന ആദ്യത്തെ 1 കൊരിന്ത്യർ ലേഖന ആദ്യത്തെ 6 വാക്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചു. നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം അത് ഒരു കർത്താവിനെ, ഒരു മകൻ അപ്പനെ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ ട്രസ്റ്റ് ചെയ്ത് വചനം സംസാരിക്കാൻ എല്ലാ ശുശ്രൂഷകരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന പത്യവചനത്തിനായി സ്തോത്രം, ഉപദേശ സൗണ്ട് ഡോക്ടറിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ചും അറിയാതെ എല്ലാറ്റിലും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം അന്വേഷിക്കുന്ന, ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്ന ആ ഒരു പരിജ്ഞാനത്തിലേക്ക് ഞങ്ങളെ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രോഗത്തിൻ്റെ കാര്യത്തിൽ വളരെ വിധമായ കഷ്ടങ്ങളുടെ ഉണ്ടെന്ന് സാക്ഷ്യം പറഞ്ഞ് എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് എല്ലാവർക്കും ഹീലിങ്ങും കൃപയും ദൈവം അനുഭവിക്കാൻ അവരെ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ ജ്ഞാനത്തോടെ നിൽക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവകൃപയിൽ അങ്ങയുടെ ഹിതത്തിൽ അവരെ സൂക്ഷിക്കണം. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.